സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനത്തിലേക്ക് സ്വാഗതം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ. ലൂക്കാസുവിശേഷം 12-9 വാക്യം. സൂത്രശാലിയായ ഒരു കാര്യസ്ഥൻ തൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ യജമാൻ്റെ കടം അടച്ചു കൊടുത്ത ഒരു ഉപമ യേശു പറഞ്ഞു. താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ പ്രതിഫലം പിന്നീട് അവിടെ നിന്ന് വാങ്ങാം എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ ചെയ്ത അധാർമികമായ പ്രവൃത്തിയെ യേശു ഒരിക്കലും പ്രശംസിച്ചില്ല. എന്നാൽ അവരുടെ അവിശ്വസ്തതയിൽ നിന്ന് ചിലത് പഠിക്കാം. യേശു പറഞ്ഞു, അനീതിയുള്ള മാമനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടായിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതല്ലാതെ ആകുമ്പോൾ അവർ നിത്യകൂടാരത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. ലൂക്കാസുവിശേഷം 12-9 വാക്യം. എന്താണ് ഈ നന്മകൾ? യേശു പറഞ്ഞു, നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളനടുക്കുകയോ പുഴു കൊടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്കുണ്ടാക്കിക്കൊള്ളുവിൻ. നമ്മുടെ നിക്ഷേപം നമ്മുടെ രക്ഷ നേടിത്തരുന്നില്ല, എന്നാൽ അത് ഉറപ്പാക്കുന്നു. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. ഈ അടുത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ ഭൗതിക ആവശ്യം നിറവേറ്റിയത്? നിങ്ങളുടെ സഹായം എന്തുകൊണ്ടാണ് ഒരു നിക്ഷേപമാകുന്നത്? പ്രാർത്ഥിക്കാൻ സ്നേഹവാനായ ദൈവമേ, അവിടുത്തെ നിമിത്തം, യേശു നിമിത്തം സാധുക്കളിൽ നിക്ഷേപിപ്പാൻ എന്നെ സഹായിക്കണമേ. കഴിഞ്ഞ കടം വരാവുന്ന ആപത്ത് അവിടുന്ന് രോഗദുഃഖങ്ങൾ ദൈവം നമ്മെ കാത്തൊരാഴ്ച നടത്തി ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയൊരു ആഴ്ചക്കാലം ദൈവം അത്ഭുതം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.